9th CBSE പൊതുവെ കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ട്, ആനുവൽ എക്സാമിനേഷൻ ഇല്ലല്ലോ, ബോർഡ് എക്സാമിനേഷൻ ഇല്ല. അപ്പൊ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? ബോർഡ് എക്സാമിനേഷൻ ഒന്നുമല്ലോ, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിലൊന്നും വരാനൊന്നുമില്ല, സ്കൂൾ നടത്തുന്ന എക്സാമിനേഷൻ അല്ലേ, അതുകൊണ്ട് കാര്യമായിട്ട് പഠിക്കണം. 8ലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അതേ ഒരു വൈബ് തന്നെയാണ് കുട്ടികൾ 9th എത്തുക. അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിക്കും അങ്ങനെയല്ലല്ലോ. 10th ഒരു എക്സാം മാത്രം എഴുതി നമ്മൾ പാസ് ആവുന്ന സംവിധാനം അല്ലല്ലോ. 10th ബേസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ബേസിക്കലി 10th എക്സാമിനുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ 9th പഠിക്കേണ്ടത്. ആ ഒരു എക്സാം പാറ്റേണും അതേ ഒരു ബോർഡ് എക്സാമിന്റെ സ്റ്റൈലും ഇവിടെ തന്നെ എക്സാം എഴുതുന്നത് വളരെ നിർബന്ധമാണ്. അത് രാവിലെ ഒരു ദിവസം പോയിട്ട് ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവില്ലല്ലോ. സോ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നേരത്തെ തുടങ്ങേണ്ടതാണ്. ഇനിയും സ്റ്റാർട്ട് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന വേണം. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, 10th CBSE ബേസ് നമ്മൾ 9th CBSE സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ 10th മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് 11 ആയിക്കോട്ടെ 12th ആയിക്കോട്ടെ, അതിലേക്കൊക്കെയുള്ള സിലബസിന് പഠിക്കുന്ന പല കാര്യങ്ങളും ഇതാ ഇപ്പൊ നമ്മുടെ പുതിയ സിലബസ് അപ്ഡേഷൻ വന്ന സമയത്ത് അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ സയൻസ് അങ്ങനെ തന്നെയാണ്, മാത്സും ഓൾമോസ്റ്റ് അങ്ങനെ ആയിരിക്കും അല്ലെ? അത് ഏറ്റവും കൂടുതൽ പറയാനുള്ള മാത്സിലാണ്. അതായത് 9th ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ പഠിക്കാത്തൊരു കുട്ടി 10th 2 വേരിയബിൾ പഠിക്കാൻ പറ്റില്ല. പക്ക ഫൗണ്ടേഷൻ ആണ് മാത്സ്, പക്ക ഫൗണ്ടേഷൻ ആണ്. അതായത് നമ്മൾ തറ കെട്ടാതെ എങ്ങനെയാണ് ഒരു വീടുണ്ടാക്കിയാൽ അത് മേലോട്ട് പോകില്ല. അതേപോലെ തന്നെയാണ് 9th പഠിക്കാതെ 10th പോയി. സയൻസിലും അതേ കാര്യം തന്നെയാണ്. 9th പഠിക്കുന്ന എക്സസൈസ് ആണ് 11th പഠിക്കും, 10th പഠിക്കുന്നത് അവർ 12th പഠിക്കും. ഈ ഒരു കാര്യമാണ് അവിടെ. പക്ഷെ ഒരു ബേസിക് കാര്യം നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് 9th കൃത്യമായിട്ട് പഠിച്ചാലേ അവർക്ക് 10th മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ 9th ആനുവൽ എക്സാമിനേഷനിൽ മാർക്ക് കിട്ടും. വേറെ കാര്യം കൂടെ, 9th ആനുവൽ എക്സാമിനേഷനിൽ പ്രോപ്പറായിട്ട് മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന എക്സാമിനേഷൻ വെച്ച് പിള്ളേർ അത് എന്താ പറയാ നെഗ്ലക്ട് ചെയ്യും. പക്ഷെ സ്കൂള് 9th 10th പാസ്സാകുന്ന സമയത്ത് അവർ പറയും ആനുവൽ എക്സാമിനേഷൻ മാർക്കിലെ റീടെസ്റ്റ് ചെയ്തിട്ട് ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ എക്സാമും കഴിഞ്ഞ് കളിച്ച് നടക്കുന്ന സമയത്ത് ഇവന്മാർ എന്ത് ചെയ്യണം, ഒരു മാസം പഠിച്ചിട്ട് റീടെസ്റ്റ് ചെയ്താൽ 2 വീക്കൊക്കെ കിട്ടും, 1 വീക്കോ 2 വീക്കോ ആ സമയം പഠിച്ചിട്ട് റീടെസ്റ്റ് എഴുതാം. ആ സമയത്തുള്ള യൂട്യൂബ് ഒക്കെ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, സാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റും സാർ, 15 ചാപ്റ്റർ എത്ര സമയത്ത്, ഒരാഴ്ച സമയമുണ്ട് സാർ 15 ചാപ്റ്റർ, ഒരു കൊല്ലം പഠിച്ചിട്ട് 15 ചാപ്റ്റർ പഠിക്കാതെ ഒരാഴ്ചയുടെ 15 ചാപ്റ്റർ പഠിച്ചിട്ട് എഴുതാം. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ 9th ആനുവൽ എക്സാമിനേഷൻ 8th ഇല്ല. കാരണം അവർക്ക് സ്കൂളുകാർക്ക് റിസൾട്ട് എപ്പോഴാണ് 10th-ലാണ്. 10th നല്ല കുട്ടികൾ സ്കൂൾസിലും ഈ 9th CBSE ആണല്ലേ ക്ലാസ്സുകൾ നേരത്തെ നിർത്തിയിട്ട് അവര് അല്ലേ, കാരണം 7 മാസം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ കുറഞ്ഞ സമയം. 7 മാസം എക്സാക്ട്ലി 7 മാസം. പക്ഷെ നമ്മള് ടെക്നിക്കലി പറയുന്ന സമയത്ത് 9th സ്ക്രീൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ ഈ സ്ക്രീൻ എന്തായാലും സ്കൂൾ നടക്കുന്നുണ്ട്, നിയമപരമായിട്ട് പറ്റില്ലെങ്കിൽ അത് അല്ലാതെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാറിയാൻ വേണ്ടി നമുക്കൊന്ന് നോക്കാം. സിലബസ് പുതിയ സിലബസ് കൊണ്ടുവന്ന സമയത്ത് ഫിസിക്സിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ഫിസിക്സിലെ ചാപ്റ്ററുകളും കണ്ടന്റിലും വലിയ ചേഞ്ച് ഒന്നും. പക്ഷെ ഈ ചാപ്റ്റർ അപ്രോച്ച്, ഓരോ ടോപ്പിക്കിലേക്ക് അപ്രോച്ച് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ മുന്നത്തെ ടെക്സ്റ്റിൽ ജസ്റ്റ് കോൺസെപ്റ്റ് പറയുക, ടേം പഠിക്കുക, ഡെഫിനിഷൻ പഠിക്കുക, അതിന്റെ പ്രോബ്ലം ചെയ്യുക, ഈ ഒരു മെത്തേഡ്. പക്ഷെ ഇവിടെ ആക്ടിവിറ്റി ഓറിയന്റഡ് ഫുള്ള് കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഡെമോൺസ് ചെയ്ത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എക്സാമിന് ആക്ടിവിറ്റി ചോദിക്കുന്നുണ്ട്, പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടിട്ട് ആക്ടിവിറ്റി ഡെമോൺസ്ട്രേറ്റീവ് ആക്ടിവിറ്റി ചോദിക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ കോൺസെപ്റ്റ് വളരെ പക്കയായിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത് ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ കേസും ഇല്ല. ഈ ആക്ടിവിറ്റി വെച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചു, ആ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്ടന്റെ 3rd ലോ പഠിച്ചു. 3rd ലോന്റെ അപ്ലിക്കേഷൻസ് 5 ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാണ്ട്. ഇത് വെച്ചിട്ട് 6ാമത്തെ ഒരു അപ്ലിക്കേഷൻ ആണ് എക്സാമിന് ചോദിക്കുന്നത്. നമുക്ക് ഈ സാധനം മനസ്സിലാവണമെങ്കിൽ 3rd ലോന്റെ അപ്ലിക്കേഷൻ അവിടെ ചോദിച്ച് മനസ്സിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കി പോകാം. ആ ഒരു ലെവലിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. CBSE ബോർഡ് എക്സാമിന് ഇനി എങ്ങനെ മുഴുവൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കുന്ന ഒരു പ്രസ് റിലീസ് നമ്മൾ കണ്ടല്ലോ. 10th അങ്ങനെയായിരിക്കും എക്സാം കാണുക. ആ ഒരു വ്യത്യാസം ടെക്സ്റ്റ് ബുക്കിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം കൊണ്ടുവന്നാൽ ഇവർക്ക് എക്സാം നടത്താൻ പറ്റും. ഇതാണ് കാര്യം. ചാപ്റ്റർക്ക് വരുമ്പോൾ ചാപ്റ്ററിന്റെ എണ്ണം ഒന്ന് കുറഞ്ഞു എന്ന് പറയാം. നമുക്ക് 5 ചാപ്റ്ററാണ് പഴയ ബുക്കിൽ ഉണ്ടായിരുന്നത്. ഇവിടെ 4 ചാപ്റ്ററേ ഉള്ളൂ. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ പക്കാ ഗ്രാവിറ്റേഷൻ ആയിട്ട് പക്ഷേ കോൺസെപ്റ്റുകളൊക്കെ അപ്പുറം ചാപ്റ്ററിലുണ്ട്. പുതിയൊരു ചാപ്റ്റർ എർത്ത് സയൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇതാണ് ഫിസിക്സിനെ സംബന്ധിച്ചിട്ട്. കെമിസ്ട്രിയിൽ പറയുവാണെങ്കിൽ നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞെടുത്ത് തുടങ്ങുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് കെമിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കളഞ്ഞു, അത് ഈ വർഷം ഇല്ല. അതിന് പിന്നിലെ കാര്യം പറയണമെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8th CBSE അപ്ഡേഷൻ വന്നല്ലോ സിലബസ്, ആ ടൈമിൽ ഇതെടുത്ത് 8ലേക്ക് ഇട്ടതാണ്. അപ്പൊ ഇവിടെ വലിയൊരു പ്രശ്നം ഞങ്ങൾ ക്ലാസ്സിൽ കയറിയ സമയത്ത് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടികളില് കുറെ പേര് നമുക്ക് ന്യൂ NCERT ഓൾഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂൾസ് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ, നിർബന്ധം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പലരും പഴയ സിലബസ് ആണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ന്യൂ NCERT പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വരുന്ന നമുക്കിവിടെ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ, കഴിഞ്ഞ വർഷം സെക്കൻഡ് ആയിരുന്ന ചാപ്റ്റർ, അത് അവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ബേസിക് ഒക്കെ വെച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് മക്കൾ അതിന്റെ പേരിൽ കൺഫ്യൂഷൻസ് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ വരുന്നത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് സെപ്പറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ 10th CBSE ആയിട്ട് എന്തില്ല
കണക്ഷൻ ഇല്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ പക്ഷേ ഇവരെ 8 ബുക്ക് മാറി, അതെ. 9 മാറി, മാറി. 10 ഉറപ്പായിട്ട് മാറി. അതാണ് പക്ഷെ പറയാൻ എക്സ്പെക്ട് വന്നത്. ചെയ്യുന്നത് Yes, yes. എക്സ്പെക്ട് ചെയ്യുന്ന 12th അലൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആയിരിക്കും പക്ഷെ explain നെക്സ്റ്റ് ഇയർ നമുക്ക് എന്തൊക്കെയാണ് അറിയില്ലല്ലോ പഠിക്കാനുള്ള എന്താണ് കാര്യം അറിയില്ല. ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വലിയ വേർഷൻ ആണ് വരുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും 9th കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും Yes. 10th വരിക. പുതിയ അപ്പൊ- NCERT കണ്ടിന്യൂഷൻ ആണ് പുതിയ ടെക്സ്റ്റ് അപ്പൊ ബുക്ക്. സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഇതിനകത്ത് കഴിഞ്ഞ വർഷം ഈ ഒരു ചാപ്റ്റർ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് ടോപ്പിക്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. സെപ്പറേഷൻ മെത്തേഡ്സ്, ക്രോമറ്റോഗ്രാഫി, ഡിസ്റ്റിലേഷൻ തുടങ്ങി കുറെ മെത്തേഡ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നോക്കുമ്പോൾ ക്ലാസ് 11th വരുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്താന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നല്ല രീതിയിൽ അതിന്റെ ഒരു എന്താ പറയുക ഡെപ്ത് നന്നായി കൂടിയിട്ടുണ്ട്. ഈ ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെരിമെന്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് മാത്രമല്ല ടെക്സ്റ്റിന്റെ ആ ഒരു നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോണ്ടല്ലോ അതിനകത്തുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കുട്ടികളോട് സയന്റിസ്റ്റ് ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, Think like a അങ്ങനെ. scientist, Yes, yes, think think like a like a scientist. scientist. അത് എനിക്ക് ഭയങ്കര നമുക്ക് തന്നെ ക്യൂരിയസ് ആവല്ലേ നമ്മളത് കാണുന്ന സമയത്ത്. പിന്നെ അപ്പൊ അങ്ങനെ കുറെ ഉണ്ട്. ക്യൂരിയോസിറ്റി ഇൻക്രീസ് കുറെ സെഷൻസ് ഉണ്ട്. നമ്മളിപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ എക്സ്ട്രാ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ബോക്സിലായിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. പ്ലസ് Go beyond the അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ തോന്നിയത് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നു. ഉം. കഴിഞ്ഞ വർഷം ഫിസിക്സിൽ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. കെമിസ്ട്രിയുടെ കാര്യം പറയാൻ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നില്ല, എക്സസൈസ് അല്ലാതെ. ഇപ്പൊ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞ് താഴെ 1-2 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് അത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറയാം. അതും അത്യാവശ്യം അപ്ലിക്കേഷൻ ലെവലിൽ. യെസ്, അതാണ് അതിന്റെ പോയിന്റ്. ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ പോയിന്റ്സ് ടു പോണ്ടർ അങ്ങനെ എന്തൊരു പേരിലാണ് പോണ്ടർ എന്തൊരു സംഗതി വെച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും മനസ്സിലാവും. അഡ്വാൻസ് ആണ്. ഇവിടെ 3rd പഠിപ്പിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. ക്വസ്റ്റ്യനിൽ വന്നത് നമ്മളെ ഇയാളല്ലേ ഫയർമാൻ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവം കാരണം എന്താ? ഈ കാര്യം ചിന്തിച്ചത് ഞാൻ പറഞ്ഞില്ല, അപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞില്ലേ. സോ ഈ ലെവലിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. വലിയൊരു മാറ്റമായിട്ട് തോന്നിയല്ലേ. കഴിഞ്ഞ നമുക്ക് ഇതുവരെ 8ലും ഇപ്പൊ സിലബസ് മാറി, 8th മാറിയല്ലോ, പക്ഷെ അതിനകത്തും ഇത്ര കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വർഷം വലിയൊരു ഇതൊരു സൂചനയാണ്. അതെ, അതാണ് അടുത്ത വർഷം എന്താണെന്നുള്ളത്. മാത്സിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് +1 ചാപ്റ്റേഴ്സ് നേരെ 9th വരും. 10th ചാപ്റ്റേഴ്സ് 9th വരും. സീക്വൻസ് ആൻഡ് പ്രൊവിഷൻസ് നമ്മൾ +1 പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പോഴും +1 ഉള്ള ചാപ്റ്റർ അതൊരു നേരെ 9th മാറ്റി. 10ലുള്ള AP മാത്തമാറ്റിക് പ്രൊവിഷൻസ് അതും ഈ പറഞ്ഞ സീക്വൻസ് ആൻഡ് പ്രൊവിഷൻസ് കൂടെ ഒരുമിച്ച് ഒരു ചാപ്റ്റർ ആക്കിയിട്ട് 9th മാറ്റി. പിന്നെ സ്ലോപ്പ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ലൈൻസ് അതിന് ഇക്വേഷൻ സ്ലോപ്പ് +1 അതൊക്കെ ഇപ്പോൾ 11th. അതൊക്കെ ഞങ്ങൾക്ക് നല്ല കാര്യം, കാരണം ഫിസിക്സിന്റെ ആവശ്യം ഫിസിക്സിന്റെ ആവശ്യമുണ്ട്. നമ്മള് ഫിസിക്സ് മാത്സ് അങ്ങനെയാണല്ലോ. നമുക്ക് ആ സ്ലോപ്പ് ഒക്കെ ഗ്രാഫുകളിലൊക്കെ ആവശ്യം. ഒരുപാട് അത് നല്ലൊരു മാറ്റമാണ്. തീർച്ചയായും. കാരണം അത് എന്താ വെച്ചാൽ ഗ്രോത്ത് ഒരു ഗ്രാഫ് തന്നിട്ടേ അത് സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ലീനിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ലീനിയർ ഡീകേ ഇതൊന്നും പഠിക്കാനില്ലായിരുന്നു. ഇതൊന്നും എവിടെ പഠിക്കുന്നില്ലല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിസിക്സുമായിട്ട് നല്ലോണം അലൈൻ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു അപ്ലിക്കേഷൻ ഓറിയന്റഡ് ടെക്സ്റ്റ് ബുക്കാണ് മാത്സിന് നോക്കുന്നത്. ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ എക്സ്ട്രാ പഠിപ്പിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അവരെ എക്സ്ട്രാ പഠിപ്പിക്കുന്നത്. അതേപോലെ ഈ കുറവ് +1 10th കുറെ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് 9th ഇട്ടിട്ടുമുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ലെവലിലേക്കൊക്കെ ആ രീതിയിലേക്ക് നോക്കിയിട്ടാണ്. അത് പുറത്തൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഓസ്ട്രേലിയ അതുപോലുള്ള കൺട്രീസിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ അനാലിസിസ് റേഷ്യോ കണ്ടുപിടിക്കാൻ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതാണ് ഈ പറഞ്ഞ ഗ്രാഫിന്റെ സ്ലോപ്പും കാര്യങ്ങളും ഡീകേ ഗ്രോത്ത് ഒക്കെ പഠിപ്പിച്ചിട്ട് അങ്ങനത്തെ കുറെ ചേഞ്ചസ് എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന കാര്യമാണ് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക്. അല്ലെ, അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ മാത്സിൽ എൻ്റയർലി +1 സെറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചാപ്റ്റർ +1 എന്താണോ പഠിക്കാൻ പറ്റുന്നത് മുഴുവൻ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ലോഗരിതംസ് പുതിയ അപ്ഡേറ്റ് വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യമാണ്. മാത്തമാറ്റിക്സ് ലോഗരിതം അത് പഠിക്കാനില്ലായിരുന്നു ആക്ച്വലി. പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സിലും വരും. നമ്മളെവിടെ പഠിക്കുന്നില്ല, നമ്മളെവിടെ പഠിക്കുന്നില്ലായിരുന്നു. ഒരു ചാപ്റ്റർ ആയിട്ട് ലോഗരിതം പഠിക്കാനില്ലായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും ലോകം നമ്മുടെ എഴുതും. ഞാൻ ഇങ്ങനെ +1 പഠിക്കുന്ന ഇതൊക്കെ എവിടെ പഠിച്ചാൽ ഞാൻ ഇതൊക്കെ ആരും എപ്പോഴും പഠിച്ചു, ഞാൻ മിസ്സായി പോയതാണ്. പക്ഷെ അങ്ങനെ ഒരു ചാപ്റ്റർ ഒന്നും പഠിക്കാനില്ല. പക്ഷെ അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ബുക്ക് അവർ മാത്സിൽ കൃത്യമായിട്ട് ലോഗരിതം ചാപ്റ്റർ ആണ്. അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ശരി കാര്യങ്ങൾ ആ ചാപ്റ്റർ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും പബ്ലിക് ആയിട്ട് കൊടുക്കണം. ലോഗരിതത്തിന്റെ ക്ലാസ് ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്ത ഇപ്പൊ +1 പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാത്ത ഈ കാര്യം നമുക്ക് എന്തായാലും പബ്ലിക് ആയിട്ട് അപ്പൊ കെമിസ്ട്രിയിലാണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് തോന്നിയത് +1 ആണ്. +1ന്റെ സിലബസ് ആണ് നമ്മുടെ അഡ്വാൻസ്ഡ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ക്രോമറ്റോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, സബാറ്റോമിക് പാർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ്, ലൂയിസ് അപ്രോച്ച് ഒക്കെ നല്ല രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ +1 ഒരു ബേസിക് ഉണ്ടല്ലോ, നമ്മൾ 25% തന്നെ പറയാം. അതൊക്കെ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് എടുത്ത പോലെയാണ് ഓരോ ഇതിലും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ അത് കൃത്യമായിട്ട് പോയാൽ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള ഒരു പോയിന്റ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ.
അപ്പൊ അങ്ങനെയാണ് ഫിസിക്സിന്റെ കാര്യം. ഫിസിക്സിൽ നമ്മൾ പറഞ്ഞു ചാപ്റ്റേഴ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ചാപ്റ്റർ ഓടി +1 ബേസിക് കാര്യം തന്നെയാണ്. പക്ഷെ അഡ്വാൻസ്ഡ് അല്ല, ബേസിക് ടെസ്റ്റ്, സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അഡ്വാൻസ് ടെസ്റ്റ് പൊളിയാണ്. ഈ പറഞ്ഞ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓരോ കോൾ ആക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അവിടെ ഉണ്ട് യു വിൽ ബി സ്റ്റഡിങ് ഫ്യൂച്ചർ ക്ലാസ്സസ് ഉണ്ട്. അവിടെ പഠിക്കാനുള്ള കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ കാര്യങ്ങൾ മൊത്തം പറയുന്നത് അടിപൊളിയാണ്. ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ. പ്രോബ്ലംസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കി. ഫിസിക്സിനാണ് സയൻസിൽ കൂടുതൽ ചാപ്റ്റേഴ്സും കൊടുത്തത്. അഡ്വാൻസ്ഡ് 5 ചാപ്റ്റേഴ്സ്, ബയോളജിക്ക് 2 ചാപ്റ്റേഴ്സ്, ബയോളജിക്ക് 2, കെമിസ്ട്രിക്ക് 3, അങ്ങനെയാണ് 8. ഫിസിക്സിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അഡ്വാൻസ് എന്ന് പറയുന്നത് ഞാൻ നോക്കുന്ന സമയത്ത് മാത്സ് ആണെങ്കിലും ശരി, സയൻസ് ആണെങ്കിലും ശരി, +1 സയൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ നിർബന്ധമായിട്ട് ചൂസ് ചെയ്യേണ്ട സംസ്ഥാനം. ആൻഡ് മോർ ഓവർ 50% മതി പാസ്സാണ്. പക്ഷെ ആ 50% എത്തുക എന്ന് പറഞ്ഞാൽ 50% മതിയല്ലോ. കാരണം ഇതിൽ A1 അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പാസ്സായ എല്ലാവരും പാസ്സായി, അത്രേ ഉള്ളൂ. മാർക്കൊന്നും നോട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ 50% മതിയല്ലോ എന്നുള്ളൊരു സംഭവമല്ല. അത് 50% കിട്ടണമെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേണും നമ്മൾ ഇപ്പൊ വിചാരിക്കുന്ന ടൈപ്പിലായിരിക്കില്ല. അത്രയൊരു ഈസി സാധനം ആവില്ല എന്തായാലും. കാരണം നോർമൽ ടെക്സ്റ്റ് ബുക്കിന്റെ മാത്സ് അത്യാവശ്യം ടഫാണ്. നോർമൽ ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം ടഫാണ്. അപ്പൊ അഡ്വാൻസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഡ്വാൻസ് കാര്യം സയൻസ് പഠിക്കുന്നവർ മാത്രം പഠിക്കുന്നത് ഞാൻ പറയില്ല. കാരണം എല്ലാവരും പഠിക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യം. ഇവർക്ക് കാര്യം മനസ്സിലാക്കി വെച്ചു, അതിന്റെ അപ്പുറത്തും കാര്യങ്ങൾ ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പേടിക്കേണ്ട. സാധാരണ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും. എന്താണ് എക്സാമിന് മാർക്ക് കുറഞ്ഞ ഇതിനകത്ത് പ്രശ്നം. ഇതിപ്പോ ഇത് അഥവാ നമുക്കിതിപ്പോ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ആരും അറിയാൻ പോകുന്നില്ല. അതാണ് ഇവൻ അവരുടെ പാരന്റ്സ് പോലും പറയണമെന്നില്ല. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. മാക്സിമം അഡ്വാൻസ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്തായാലും നമ്മൾ എഴുതിയാലും ശരി ഇല്ലെങ്കിൽ ശരി നമുക്ക് കിട്ടുന്ന നോളജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ ശബരി സാറോട് ഫിസിക്സിന്റെ ഒരു കാര്യം പറയുമ്പോൾ ചുമ്മാ പറയുന്നത് ഒരു ഫ്ലക്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് കിട്ടിയ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് നമുക്ക് റിയൽ ലൈഫിൽ അപ്ലിക്കേഷൻ തരാം. ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കിട്ടുമ്പോൾ നമ്മൾ സ്ലോ ആക്കണം, അല്ലെങ്കിൽ ടാൻജൻഷ്യലായിട്ട് പുറത്തേക്ക് പോകും. ഇതൊക്കെ മറ്റേ ജാവലിൻ വെറുതെ ആൾക്കാർ പോകുമ്പോൾ അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്നായാലും. അപ്പൊ ഈ എക്സാമിനെ പറ്റി എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാം എന്ന് സയൻസിന്റെ എക്സാമിനെ പറ്റി? സയൻസിന്റെ എക്സാം ഡയറക്റ്റ്ലി ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ബാച്ച് ആണ്. നമ്മൾ പറഞ്ഞ പാറ്റേൺ മാറുകയാണ് പറഞ്ഞു. അപ്പൊ അവർക്ക് മുന്നത്തെ ഒരു സാധനം പ്രിഫർ ചെയ്യാനില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ബേസിക്കലി NCERT അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഈ വരുന്ന ഈ വർഷം അടുത്ത വർഷമൊക്കെ ബേസിക്കലി NCERT ബേസിക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഉണ്ടാവും. ടീച്ചേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻസ് ആയി തന്നെയാണ് അവരെ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ടാക്കുന്നതായിരിക്കും. NCERT ബേസ്ഡ് വിഷയം കൂടെ ഉണ്ട്. നമുക്കിപ്പോ സിലബസ് നമുക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്താണ് പുതിയതാണ്. പിന്നെ അതിന് പറ്റിയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. അതാണ് കാര്യം. എക്സാമിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിലുണ്ട്. അപ്പൊ എക്സാംസിന് പൊതുവെ ടീച്ചേഴ്സ് ഡിപെൻഡ് ചെയ്യാൻ പോകുന്നത് എന്തിനായിരിക്കും? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ പഠിച്ചിരിക്കുന്നത് വളരെ അനിവാര്യതയാണ്. എങ്ങനെ പഠിക്കുന്നത് കോൺസെപ്റ്റ് വ്യക്തമായിട്ട് എക്സ്പെരിമെന്റ്സ് വരെ ലൈൻ ബൈ ലൈൻ അത്രയും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് മാറ്റി ചോദിക്കുന്നുണ്ട്. ഇതിന് പകരം ഇങ്ങനെ ചെയ്താൽ എന്താവും, അതാണ് അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ. അപ്പൊ അതുവരെ അത് വെച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യങ്ങൾ വരുന്നുണ്ടാവും. നമുക്ക് പറയാൻ ചിന്തിക്കണം. അപ്പൊ NCERT നല്ല രീതിയിൽ ഇരുന്ന് പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ടി വരില്ല. അടുത്ത വർഷം നമുക്ക് പ്രശ്നമാണ്, ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഓളിനോട് നോക്കുമ്പോൾ ഒരു കുട്ടി 9th CBSE ആദ്യം മുതൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നല്ലൊരു മാർക്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അത് ഇവൻ നോർമൽ എക്സാംസ് ആണെങ്കിലും നോർമൽ സബ്ജക്ട്സ് ആണെങ്കിലും അഡ്വാൻസ് എന്ന് പറയാനല്ലോ. അപ്പൊ ഇവർക്ക് ജൂൺ മാസം ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇപ്പം മുതലേ അവർ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും. അല്ലാതെ 8th വരെ അവർ പഠിച്ചു പോലെ എക്സാമിന്റെ സമയത്തേക്കൊന്നും പഠിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടില്ല, പാസ്സാവാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് നിങ്ങളോട് വെച്ചിട്ട് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ഒരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക? നിങ്ങൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങാൻ പോകുക? നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലെ ക്ലാസ്സസിനൊക്കെ നോക്കിക്കാണാൻ? സാർ പറയും. സാർ 9th സ്റ്റാൻഡേർഡ് കുട്ടിയാണ്. നയൻത് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ബേസിക്കലി ഞാൻ വെക്കേഷൻ തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കും. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കാര്യങ്ങൾ ഐഡിയ ഉണ്ടാക്കി വെക്കും. ടെക്സ്റ്റ് ബുക്ക് എന്നോ അവൈലബിൾ ആയിട്ടുണ്ട്, ഓൺലൈൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്തൊക്കെയാണ് ഞാൻ ഈ വർഷം കാണാൻ പോകുന്നതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും. രാവിലെ ടീച്ചർ ഇതാണ് നമ്മുടെ ചാപ്റ്റർ ആണോ എന്നുള്ള അതല്ലാതെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കും. അതിനുശേഷം ബേസിക് NCERT പറഞ്ഞ എല്ലാ മെത്തേഡും എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിക്കും. മാക്സിമം ആക്ടിവിറ്റീസ് ഞാൻ പരമാവധി ചെയ്തു. സ്കൂളൊക്കെ ചെയ്യിക്കുന്നുണ്ടാവും. ചെയ്യിക്കാൻ പറ്റാത്ത ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് ചെയ്യുന്നതല്ല, അതിനുള്ള ട്യൂട്ടോറിയൽസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ പാരന്റ്സ് അടുത്ത് വെച്ചിട്ടോ ഒക്കെ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് മാക്സിമം മനസ്സിലാക്കും. ഇങ്ങനെയാണ് ഞാനൊരു അപ്രോച്ച് വെക്കുന്നത്. കുറച്ചുകൂടി എന്താ പറയാ പ്രാക്ടിക്കൽ അപ്രോച്ച് വെക്കാനാണ് എന്റെ താല്പര്യം.
സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഞാനാണെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ പണ്ടത്തെ അല്ല, എന്നെ പണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പറ്റില്ല. ഇപ്പോഴത്തെ അതാണ് ഞാൻ ഡിസ്കവറി. ആലോചിക്കുന്നത്. പണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കുട്ടികളുടെ അഡ്വാൻസ് അതാണ് നമ്മളെ advance. നമ്മളെ പോലെ പക്ഷേ ഈ അല്ല. പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യായിരുന്നു. കാരണം ഞാൻ ചെറുതാകുമ്പോഴേ experiment പഠിക്കുന്നില്ല, ബാറ്ററി ഒക്കെ കൊണ്ടേ ചാർജ് ചെയ്തിട്ട് അതാണ് അമ്മയുടെ അടിയൊക്കെ കിട്ടിയ അതാണ് ആളാണ്. ഞാൻ പറയുന്നത്. അപ്പൊ ആ സമയത്താണെങ്കിൽ പോലും നമുക്ക് ഇൻട്രസ്റ്റ്, നമുക്ക് കുറച്ചും കൂടെ താല്പര്യമുള്ള ഏരിയ ആണ് ഈ ചെയ്തുകൊണ്ട് പഠിക്കുന്ന പരിപാടികളൊക്കെ. ശരി, ആ. അപ്പൊ ഞാൻ കെമിസ്ട്രി ആണല്ലോ, ഞാൻ അത് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് തന്നെയായിരുന്നു ആ സമയത്തെ. അതിന്റെ റീസൺ ആകെ ഉള്ളത് ഈ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു, വേറെ ഒന്നും അല്ല. എക്സ്പെരിമെന്റ്സ്, ഈ ഓർഗാനിക് അതിന്റെ ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ തന്നെ എക്സ്പെരിമെന്റ് കാണുമ്പോഴാണ് നമുക്ക് ആ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് എങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ ചിന്തിക്കില്ലേ നമ്മള്. ഈ ചോദ്യം തിരിച്ചു വെക്കട്ടെ. ലൈറ്റ് പച്ച, അതന്നെ ഡിഫറൻസ് പച്ച. ഇത് കാണിച്ച് ടീച്ചർ ഇതിലെ ഇത് ഏതാണ് ഈ രണ്ട് വ്യത്യാസം തമ്മിലുള്ള എന്താണ്? വ്യത്യാസമാണ്. ഞാൻ ഇങ്ങനെ ഒരു സ്മെല്ല്, ഉപ്പിന്റെ സ്മെല്ലാണോ മറ്റേ സ്മെല്ല്? അനാലിസിസ് പക്ഷെ മറ്റേ സാധനം പഠിച്ചേക്ക് ഓർമ്മയുണ്ട്. എന്താ 2 little of salt, diaoxide, അതന്നെ പഠിച്ചു വെച്ചിട്ട് ഫിസിക്സ് ലാബില്ലേ തിയറി അറിയാവുന്നതുകൊണ്ട് റിസൾട്ട്സ് മാറിയിട്ടുണ്ടെങ്കിൽ തിയറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സ്കീമായിരുന്നു. ശരിയാണ്, സംഭവം പക്ഷെ സത്യമാണ്. കെമിസ്ട്രി സീനായിരുന്നു. സ്മെല്ല് പറഞ്ഞു കൊടുക്കണം, സ്മെല്ല് മണത്തിട്ട് ഇതായിരുന്നു. ഞാൻ വേറെ എനിക്കത് ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അപ്പൊ ഇപ്പോഴും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതിന് പറ്റിയ ടെക്സ്റ്റ് ബുക്സ് ആണ് ഇപ്പൊ നമുക്ക് ഉള്ളത്. NCERT സിലബസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതനുസരിച്ച് തന്നെ ചെയ്യാം. പക്ഷെ പ്ലാനിങ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. കാരണം അത്രയ്ക്ക് ഉണ്ട്, കുറച്ചൊന്നും അല്ല ഉള്ളത്. അപ്പൊ അതനുസരിച്ച് പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് പോയി റിവിഷൻ ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ടു ബി ഹോണസ്റ്റ്, ഞാൻ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഇങ്ങനെയായിരുന്നു, അത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. ക്ലാസ് നല്ല ശ്രദ്ധിക്കായിരുന്നു. അതായത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ടെക്സ്റ്റ് ബുക്ക് ഒറ്റയ്ക്ക് വായിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മടിയായിരുന്നു ബേസിക്കലി, മടിയും പിന്നെ ബുദ്ധിമുട്ടുമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ടീച്ചർ പറഞ്ഞാൽ എനിക്ക് നല്ല മനസ്സിലാവും. ഈ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ഒരുപാട് പേര് അലമ്പുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും. ഞാൻ അതൊന്നും ശ്രദ്ധിക്കില്ല. ക്ലാസ് ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കും. അത് നല്ല ശ്രദ്ധിക്കും. കാരണം സ്വന്തം എനിക്ക് വീട്ടിൽ പോയാൽ എനിക്ക് അത്രയും പകുതി സമയം പഠിച്ചാൽ മതി. ഞാൻ അല്ലെങ്കിൽ 1 മണിക്കൂർ വായിക്കുന്ന സമയം ടീച്ചറെ 15 മിനിറ്റ്സ് എക്സ്പ്ലനേഷൻ എനിക്ക് കിട്ടും. 4 വെച്ച് നമ്മൾ ഒരു ഒറ്റ ഫ്ലോ ചാർട്ടിൽ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ, അതേ സമയം ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ്സിൽ മാക്സിമം ശ്രദ്ധിച്ചിരിക്കാനോ. പിന്നെ മാത്സ് ആണെങ്കിൽ ഞാൻ എഴുതി പഠിക്കും. അത് നമ്മൾ വായിക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നമുക്ക് എല്ലാം അറിയാം. ഓ സെറ്റ്, ഞാനൊരു കില്ലാടി തന്നെ വിചാരിക്കും. പക്ഷെ എക്സാമുകൾ എത്തി എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കും. പിന്നെ ഇനീഷ്യലി സാർ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്താ പറയാ സിലബസ് ഒക്കെ എന്തൊക്കെയാണ് പഠിക്കാണെന്ന് നോക്കി ആദ്യം എന്തായാലും നല്ല ഉത്സാഹമായിരിക്കും. ആ ഉത്സാഹം എന്താ പറയാ നഷ്ടപ്പെട്ട് പോവാതെ കീപ്പ് ചെയ്യാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യും. കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യും. പിന്നീട് കാര്യം പറഞ്ഞാല് ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് ട്യൂഷൻ കൊണ്ടിരുന്നു. അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മൾ രാവിലെ എണീക്കുന്നു, അമ്മയാണെങ്കിൽ കിച്ചണിലേക്ക് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതേപോലെ ഭക്ഷണം ഉണ്ടാക്കണം. നമ്മൾ 7 മണിക്ക് കുളിച്ച് മാറ്റി ട്യൂഷൻ സെന്ററിൽ എത്തണം. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകളുണ്ട്. ഓൺലൈനിൽ ക്ലാസ്സിൽ രാത്രി 7 മണിക്ക് കയറി കഴിഞ്ഞാൽ 8 വരെ കൃത്യമായിട്ട് ക്ലാസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മതി. പിന്നെ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും 4-5 മണിക്കൂറെങ്കിലും 4-5 മണിക്കൂറെങ്കിലും ഡെയിലി പഠിക്കാൻ നോക്കും. വീക്കെൻഡ്സ് റിവിഷൻ ആയിട്ട് മാറ്റി വെക്കുക. പിന്നെ ബാക്കിയുള്ള സമയത്ത് ഒരു 5-6 മണിക്കൂറൊക്കെ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് സമയം ഉണ്ടാവും. ബാക്കി എല്ലാ എന്റർടൈൻമെന്റ്സും ഹോബീസും ഒക്കെ ചെയ്ത് കൂളായിട്ട് മുന്നോട്ടേക്ക് പോകാൻ രീതിയിലായിരിക്കും ഞാൻ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. വിട്ടുപോയ കാര്യം, ഈ ബുക്കിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഡെറിവേഷൻസ് നമ്മൾ +1 നമ്മൾ ഒരുപാട് കുഴക്കിയ സാധനങ്ങളാണ് ഫിസിക്കൽ ഡെറിവേഷൻസ്. ആ സാധനം 90 തിരിച്ചു വന്നു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ്, അതിനൊക്കെ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ആ സാധനമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസും കൂടുതലുണ്ട്. ഇത് അവർ ആ ഒരു നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഇക്വേഷൻസ് ഉണ്ടായി എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയതാണ്. പക്ഷെ അതൊരു പരീക്ഷയ്ക്ക് ചോദിക്കും. അതും എഴുതി പഠിക്കേണ്ട കാര്യം. അപ്പൊ അവർ എഴുതി പഠിക്കുന്ന കാര്യം ഫിസിക്സിലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മുടെ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അക്കാദമിക് ഇയർ അതിഗംഭീരമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ച് അവർക്കുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും അതേപോലെ പേൾ വീഡിയോസ് രാവിലെ തൊട്ട് 6 മണിക്ക് വന്ന് 12 മണി വരെ 2 മണി മുതൽ 5 മണി എന്ന രീതിയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെ പേൾ വീഡിയോസ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ പേൾ വീഡിയോസ് നമുക്ക് 1 മാസം കൊണ്ട് തന്നെ 1.5 മാസം കൊണ്ട് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും റെക്കോർഡ് ചെയ്ത് കഴിയാം. അതുപോലെ ഇൻസ്റ്റാളിന് മൈൻഡ് മാപ്സ് ഒക്കെ അതോടൊപ്പം തന്നെ നമുക്ക് 1 മാസം കൊണ്ട് നമുക്ക് അത്യാവശ്യം മാക്സിമം പ്രൊവൈഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ അവർക്ക് മാക്സിമം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രമിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കുക, മുന്നോട്ട് പോകാം, നമ്മളെ ഫോളോ ചെയ്യുക, നിഞ്ച ബാച്ച് ഫോളോ ചെയ്യുക, ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അത്ര ഫോളോ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും അല്ലെ? സോ അപ്പോ നമുക്ക് ശരിയായി തീർച്ചയായും.